ഇതുവരെ ചെയ്തതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 44-ാമത്തെ പേജിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 44-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Ticket rate for the science exhibition is 10 rupees for a child and 26 rupees for an adult. 740 rupees was got from 44-ാമത്തെ പേജിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Ticket rate for the science exhibition is 10 rupees for child and 26 rupees for an adult. 740 rupees was got from 50 persons. How many children among them? ഒരു സയൻസ് എക്സിബിഷന് ഒരു കുട്ടിക്ക് 10 രൂപയും മുതിർന്ന ഒരാൾക്ക് 26 രൂപയുമാണ് ചാർജ്. ആകെ 740 രൂപയാണ് 50 ആളുകളിൽ നിന്നായി ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ കുട്ടികളുടെ എണ്ണം എത്ര കുട്ടികളാണ് ആ ഷോ കണ്ടത് എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അത് എക്സ് ആണ് വിചാരിക്കുക. എക്സ് കുട്ടികളാണ് ആ ഷോ കണ്ടത്. അപ്പോൾ 10 രൂപയാണ് ഒരു കുട്ടിക്ക്. അപ്പോൾ എക്സ് കുട്ടികളാണെങ്കിൽ ആകെ കുട്ടികൾക്ക് കൊടുക്കേണ്ട പൈസ എന്ന് പറയുന്നത് 10 ഗുണിക്കണം എക്സ്. 10 ഇൻറ്റു എക്സ് 10x ആണ്. ഇങ്ങനെയാണല്ലോ. അപ്പോൾ 5 രൂപയാണ് ഒരു ടിക്കറ്റിനെങ്കിൽ 10 കുട്ടികൾക്ക് ആകെ ടിക്കറ്റിന് വേണ്ട പൈസ എന്ന് പറയുന്ന 10 ഇൻറ്റു 5. ആകെ എണ്ണത്തിന് ഒരാൾക്ക് വേണ്ട പണം കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് കുട്ടികളാണ് പോയതെന്ന് വിചാരിക്കാം. ഒരു കുട്ടിക്ക് 10 രൂപയാണെങ്കിൽ അതിനെ 10 കൊണ്ട് ഗുണിച്ചാൽ 10 ഗുണിക്കണം എക്സ് 10x ആയി. ആകെ 50 ആളുകളാണുള്ളത്. അപ്പോൾ കുട്ടികൾ എക്സ് ആണെങ്കിൽ മുതിർന്നവർ എന്ന് പറഞ്ഞാൽ 50-ൽ നിന്നും കുട്ടികളുടെ എണ്ണം കുറയ്ക്കുന്നതാണ്. ആകെ എണ്ണത്തിൽ നിന്നും കുട്ടികളുടെ എണ്ണം കുറയ്ക്കുന്നതായിരിക്കും മുതിർന്നവരുടെ എണ്ണം എന്ന് പറയുന്നത്. അതായത് കുട്ടികളുടെ എണ്ണവും മുതിർന്നവരുടെ എണ്ണവും കൂടി കൂട്ടുമ്പോഴാണ് 50 കിട്ടേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ കുട്ടികളുടെ എണ്ണം എക്സ് എടുത്തു കഴിഞ്ഞാൽ മുതിർന്നവരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 50-ൽ നിന്നും ആ എക്സ് കുറയ്ക്കുന്നതാണ്. അപ്പോൾ മുതിർന്നവരുടെ എണ്ണം നമുക്ക് മനസ്സിലാക്കാം 50 - 50 - എക്സ് ആണ്. 26 രൂപയാണ് മുതിർന്ന ഒരാൾക്ക് കൊടുക്കേണ്ട ചാർജ്. അപ്പോൾ 50 - എക്സ് എണ്ണം മുതിർന്നവർക്ക് കൊടുക്കേണ്ട ചാർജ് എന്ന് പറഞ്ഞാൽ 26 ഇൻറ്റു 50 - എക്സ്. 26 ഇൻറ്റു 50 - എക്സ്. ഒന്നുകൂടെ പറയാം. ഒരു മുതിർന്ന ആൾക്ക് വേണ്ട ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 26 രൂപയാണ്. അപ്പോൾ ആ 26-നെ മുതിർന്ന ആളുകളുടെ എണ്ണം കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ആകെ ചാർജ്, മുതിർന്ന ആളുകൾക്ക് കൊടുക്കേണ്ട ആകെ ചാർജ് കിട്ടുക. അപ്പോൾ 26-നെ 50 - എക്സ് കൊണ്ട് 50 - എക്സ് 2 ടേം ഉള്ളത് കൊണ്ട് ഇവിടെ നമ്മൾ ഒരു ബ്രാക്കറ്റ് ഇടണം. അപ്പോൾ കുട്ടികളുടെ എണ്ണം എക്സ് ആണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കേണ്ട ആകെ ചാർജ് എന്ന് പറയുന്നത് 10x-ഉം മുതിർന്നവരുടെ എണ്ണം 50 - എക്സ് ആയതുകൊണ്ട് മുതിർന്നവർക്ക് കൊടുക്കേണ്ട ആകെ ചാർജ് എന്നാണ് 26 ഇൻറ്റു 50 - എക്സ്. അപ്പോൾ ആകെ കൊടുക്കേണ്ട പൈസ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എടുത്ത ടിക്കറ്റിന്റെ ചാർജിന്റെ തുക പ്ലസ് മുതിർന്നവർക്ക് കൊടുക്കേണ്ട ചാർജിന്റെ തുക, അതായത് 10x പ്ലസ് 26 ഇൻറ്റു 50 - എക്സ് 10x പ്ലസ് 26 ഇൻറ്റു 50 - എക്സ് ആണ് ആകെ ചാർജ്. അത് തന്നിട്ടുണ്ട് 740 rupees ആണ്. 740 rupees ദാറ്റ് ഈസ് ഈക്വൽ ടു 740. ഇനി ഇത് സോൾവ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 10x ഇപ്പോൾ അതേപോലെ തന്നെ എഴുതി. പ്ലസ് ഇത് സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ 26-നെ ആദ്യം 50 കൊണ്ട് ഇൻറ്റു ചെയ്യണം. പിന്നെ അവിടെ മൈനസ് ആണ്. -26 ഇൻറ്റു എക്സ് ആണ് ഈക്വൽ ടു 10x പ്ലസ് 26 ഇൻറ്റു 50 മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് 26 ഇൻറ്റു എക്സ് ഈക്വൽ ടു 740. ദാറ്റ് ഈസ് 10x പ്ലസ് 26 ഇൻറ്റു 50 എന്നാൽ 26-നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് 0 ഇട്ട് കൊടുത്താൽ മതി. 5 ഇൻറ്റു 6 30 30 റിമൈൻഡർ 3 5 ഇൻറ്റു 2 10 10 പ്ലസ് 3 30 0 കൂടെ വരും 1300 മൈനസ് 26 ഇൻറ്റു എക്സ് 26x ഈക്വൽ ടു 740. ഈ എക്സ് ഒക്കെ എക്സ് ഉള്ള ടേം ആണെങ്കിൽ ഇവിടെ മൈനസ് ചെയ്ത് തരാം.
ഇവിടെ പ്ലസ് 1300 ആദ്യം എഴുതി ഞാൻ. അത് നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം. കാരണം 2 പ്ലസ് 5 ഈക്വൽ ടു 7 എന്ന് പറഞ്ഞാൽ 5 പ്ലസ് 2 ഈക്വൽ ടു എഴുതിയാലും 7 തന്നെയാണ്. അപ്പോൾ ഈ ടേംസിനെ നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം. ചിഹ്നം വ്യത്യാസപ്പെടുത്തരുത് എന്നേ ഉള്ളൂ. പ്ലസ് 1300 ആയതുകൊണ്ട് 1300 ആദ്യം എഴുതി. ഇനി 10x മൈനസ് 26x, 10x 26x മൈനസ് ചെയ്താൽ അപ്പോൾ അത് 26 വലിയ സംഖ്യ ആയതുകൊണ്ട് 26 10 മൈനസ് ചെയ്യും. അപ്പോൾ 16 കിട്ടും. മൈനസ് ഇട്ടുള്ളൂ മൈനസ് 16x. അങ്ങനെയാണ് ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ മൈനസ് ചെയ്യുക. എന്നാൽ ചെറുതെന്ന് ചെറുത് മൈനസ് ചെയ്യുക, മൈനസ് ഇട്ട് കൊടുക്കുക. മൈനസ് 16x ഈക്വൽ ടു 740. ഇത് മൈനസ് ആയതുകൊണ്ട് ഇതിന് വേണമെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ 1300 ഈക്വൽ ടു 740 മൈനസ് 16x ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് 16x. ഇനി 740 പ്ലസ് 740 ലെഫ്റ്റ് സൈഡ് കൊണ്ടുപോകും. അപ്പോൾ 1300 മൈനസ് 740 ഈക്വൽ ടു 16x. മൈനസ് ചെയ്യുമ്പോൾ 0 മൈനസ് ചെയ്താൽ 0, 10 4 6 5 560 ഈക്വൽ ടു 16x. തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല. 16x, that is 16x equal to 560. Therefore x equal to 560 by 60. ഡിവൈഡ് ചെയ്യാനെങ്കിൽ കട്ട് ചെയ്താലും മതി. 560നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 16s are 48. മൈനസ് ചെയ്യുമ്പോൾ 8, 80ൽ 5 16s are 80. 0 that is correct ആയിട്ട് പോകും. 35. that is x is equal to 35. x നമ്മൾ എന്തായിട്ട് എടുത്തത്? കുട്ടികളുടെ എണ്ണമാണ് നമ്മൾ x ആയിട്ട് എടുത്തത്. അതാണ് നമുക്ക് കാണേണ്ടതും. therefore number of children equal to 35. ഇനിയിപ്പോൾ അതിൽ മുതിർന്ന ആളുടെ എണ്ണം കാണാൻ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അറിയാതെ 50 മൈനസ് എക്സ് ആണ്. ആകെ 50 ആണ്. 50 കുട്ടികളുടെ എണ്ണം മൈനസ് ചെയ്താൽ മുതിർന്നവരുടെ എണ്ണം കിട്ടും. അപ്പോൾ 50 മൈനസ് 35 15 എന്ന് കിട്ടും. മുതിർന്നവരുടെ എണ്ണം 15 ആണെങ്കിൽ നമുക്ക് ശരിയാണോ നോക്കാം. ഈ 35നെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യാം. പിന്നെ 15നെ 26 കൊണ്ട് ഇൻറ്റു ചെയ്ത് ആഡ് ചെയ്താൽ നമുക്ക് 740 കിട്ടും ചെയ്യും. അത് വേണമെങ്കിൽ നിങ്ങളൊന്ന് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇനി അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ ക്ലാസ് ഹാസ് ദ സെയിം നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ്. ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളുടെ എണ്ണവും പെൺകുട്ടികളുടെ എണ്ണവും ഈക്വൽ ആണ്. ഓൺലി 8 ബോയ്സ് were absent on a particular day. ഒരു പ്രത്യേക ദിവസം 8 ആൺകുട്ടികൾ ആബ്സെന്റ് ആയി. and then the number of girls was double the number of boys. അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ ഇരട്ടിയാണ്, ഡബിൾ ആണ്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്? അതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ലെറ്റ് x be the number of girls, that is equal to number of boys. അപ്പോൾ ഗേൾസിന്റെ എണ്ണവും ബോയ്സിന്റെ എണ്ണവും ഈക്വൽ ആണ്. അത് x ആണെന്ന് വിചാരിക്കാം. പിന്നെ പറഞ്ഞത് ഓൺലി 8 ബോയ്സ് were absent. അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം x ആണ്. ഒരു ദിവസം 8 ആൺകുട്ടികൾ വന്നിട്ടില്ല എന്നെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം x മൈനസ് 8. ആകെ എണ്ണത്തിൽ നിന്ന് 8 മൈനസ് ചെയ്താൽ മതി. x മൈനസ് 8 ആണ്. അപ്പോൾ then the number of girls was double the number of boys. Number of girls was double the number of boys. Number of girls നമുക്കറിയാം x തന്നെയാണ്. അത് x എന്ന് പറയുന്നത് ബോയ്സിന്റെ എണ്ണത്തിന്റെ ഡബിൾ ആണ്. ഡബിൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ എണ്ണം x മൈനസ് 8 ആണ് ബോയ്സിന്റെ എണ്ണം. അതിന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു x മൈനസ് 8 ഈക്വൽ ടു x. ഈ x ഗേൾസിന്റെ എണ്ണമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ബോയ്സിന്റെ എണ്ണം ഒരു ദിവസം 8 ആൺകുട്ടികൾ വരാതിരുന്ന ദിവസം ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ ഇരട്ടി ഡബിൾ എന്ന് പറയുമ്പോൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് ഡബിൾ കിട്ടുക. 2 ഇൻറ്റു x മൈനസ് 8 അത് പെൺകുട്ടികളുടെ എണ്ണത്തിന് ഈക്വൽ. പെൺകുട്ടികൾ എല്ലാവരും വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അത് x തന്നെയാണ്, ഈക്വൽ ടു x. ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ 2ന് ആദ്യം x കൊണ്ട് ഇൻറ്റു ചെയ്യുക. 2 ഇൻറ്റു x 2x. ഇവിടെ മൈനസ് ആണ്. 2 ഇൻറ്റു മൈനസ് വരും. 2 ഇൻറ്റു 8 ഈക്വൽ ടു x. ദാറ്റ് ഈസ് 2x മൈനസ് 2 ഇൻറ്റു 8 60 ഈക്വൽ ടു x. മൈനസ് 16 റൈറ്റ് സൈഡ് കൊണ്ടുപോവാം. 2x ഈക്വൽ ടു x പ്ലസ് 60. ഈ എക്സിനെ ലെഫ്റ്റ് സൈഡ് കൊണ്ടുവരാം. 2x minus x equal to 60. That is x equal to 60. That is number of girls
ആൻഡ് നമ്പർ ഓഫ് ബോയ്സ് ഈക്വൽ ആണ്, അത് 16 ആണ് എന്ന് കിട്ടും. ഇനി അത് ശരിയാണോ നോക്കാൻ നമുക്ക് 8 ആൺകുട്ടികൾ വന്നിട്ടില്ലെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം 16 മൈനസ് 8 8 ആണ്. അതിന്റെ ഡബിൾ അറിയുമ്പോൾ 2 into 8 16 ആണ്. അത് തന്നെയാണ് ഗേൾസിന്റെ എണ്ണം. ഗേൾസിന്റെ എണ്ണം ബോയ്സിന്റെ എണ്ണം 16 തന്നെയാണ്. അപ്പോൾ ഇത് ശരിയാണെന്നുള്ളത് അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അജയൻ ഈസ് 10 years older than വിജയൻ. അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം, അജയൻസ് ഏജ് വുഡ് ബി ഡബിൾ ദാറ്റ് ഓഫ് വിജയൻ. അടുത്ത വർഷം ആവുമ്പോൾ അജയന്റെ വയസ്സ് വിജയന്റെ വയസ്സിന്റെ ഡബിൾ ആവും, ഇരട്ടിയാവും. വാട്ട് ആർ ദെയർ ഏജസ് നൗ? അവരുടെ ഇപ്പോഴത്തെ വയസ്സാണ് നമുക്ക് കാണുന്നത്. നമുക്ക് ഒരു ടേബിൾ ആയിട്ട് എഴുതാം. അജയൻ, വിജയൻ, അവരുടെ ഇപ്പോഴത്തെ വയസ്സാണ് ഞാൻ ആദ്യം എഴുതുന്നത്. ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള വയസ്സാണ് രണ്ടാമത് എഴുതുന്നത്. അപ്പോൾ അജയന്റെ ഇപ്പോഴത്തെ വയസ്സ്, അജയൻ ഈസ് 10 years older than വിജയൻ. വിജയന്റെ വയസ്സ് നമ്മൾ എക്സ് എടുക്കാം, അതാണ് നല്ലത്. വിജയനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അജയന്റെ വയസ്സ് പറഞ്ഞത്. വിജയന്റെ വയസ്സ് എക്സ് ആണെങ്കിൽ അജയൻ ഈസ് 10 years older than വിജയൻ. എക്സിനേക്കാൾ 10 കൂടുതലാണ്. എക്സ് പ്ലസ് 10. ഇത് ഇപ്പോഴത്തെ വയസ്സാണ്. ഇത് ഒരു വർഷം കഴിഞ്ഞിട്ട് എഴുതാം. ഒരു വർഷം, നെക്സ്റ്റ് ഇയർ അപ്പോൾ എന്താ സംഭവിക്കാം? വിജയന് ഒരു വയസ്സ് കൂടും, അതുപോലെ തന്നെ അജയനും ഒരു വയസ്സ് കൂടും. അപ്പോൾ എക്സ് പ്ലസ് 1 ആവും. വിജയന്റെ വയസ്സ് എക്സ് പ്ലസ് 1 ആയിരിക്കും. അജയന്റെ വയസ്സ് എക്സ് പ്ലസ് 10 പ്ലസ് 1 11. എക്സ് പ്ലസ് 11 ആയിരിക്കും ഒരു വർഷം കഴിഞ്ഞിട്ട് അജയന്റെ വയസ്സ്. അപ്പോൾ അജയന്റെ വയസ്സ് ഇപ്പോൾ എക്സ് പ്ലസ് 10, ഒരു വർഷം കഴിഞ്ഞാൽ എക്സ് പ്ലസ് 11. വിജയന്റെ ഇപ്പോഴത്തെ വയസ്സ് എക്സ്, ഒരു വർഷം കഴിഞ്ഞാൽ എക്സ് പ്ലസ് 1. ഇനി വേറൊരു ബന്ധം പറയുന്നുണ്ടായി. അടുത്ത വർഷം അജയന്റെയും വിജയന്റെയും വയസ്സുകൾ തമ്മിലുള്ള ഒരു ബന്ധം പറയുന്നത് നോക്കൂ. നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം, അജയൻസ് ഏജ് വുഡ് ബി ഡബിൾ. അജയന്റെ ഏജ് എത്രയാണ്? എക്സ് പ്ലസ്, ഒരു വർഷം കഴിയുമ്പോൾ എക്സ് പ്ലസ് 11 ആണ്. വുഡ് ബി ഡബിൾ ദാറ്റ് ഓഫ് വിജയൻ. വിജയന്റെ ഒരു വർഷം കഴിഞ്ഞ വയസ്സ് എക്സ് പ്ലസ് 1 ആണ്. അതിന്റെ ഡബിൾ പറയുമ്പോൾ അതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തത് അജയന്റെ വയസ്സിന് ഈക്വൽ ആയി ഒരു വർഷം കഴിയുമ്പോൾ. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് അജയന്റെ വയസ്സ് എക്സ് പ്ലസ് 11, വിജയന്റെ വയസ്സ് എക്സ് പ്ലസ് 1 ആയിരുന്നു. അതിന്റെ ഡബിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. 2 into x plus 1 equal to x plus 11. അതാണ് ഇക്വേഷൻ വരുന്നത്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. എക്സ് പ്ലസ് 11 അതേപോലെ തന്നെ എഴുതി. 2 into x 2x plus 2 into 1 2. ഈ എക്സ് റൈറ്റ് സൈഡ് കൊണ്ടുപോകാം. 11 equal to 2x plus 2 minus x. പ്ലസ് എക്സ് റൈറ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ മൈനസ് എക്സ്. ഈ പ്ലസ് 2 ലെഫ്റ്റ് സൈഡ് കൊണ്ടുപോകാം. 11 minus 2 equal to 2x minus x. That is 9 equal to 2x എന്ന് x മൈനസ് ചെയ്താൽ x. That is x equal to 9. രണ്ടുപേരുടെയും വയസ്സാണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് എക്സ് 9 കിട്ടിയെന്ന് പറഞ്ഞാൽ വിജയന്റെ ഇപ്പോഴത്തെ വയസ്സ് 9. അപ്പോൾ അജയന്റെ വയസ്സ്, അപ്പോൾ ഇത് വിജയന്റെ വയസ്സാണ്. വിജയന്റെ ഇപ്പോഴത്തെ വയസ്സാണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തത്. എക്സ് ഈക്വൽ ടു 9 ആണ് കേട്ടോ. ഇനി അപ്പോൾ അജയന്റെ വയസ്സ്, ഇപ്പോഴത്തെ വയസ്സ് നമുക്കറിയാം എക്സ് പ്ലസ് 10 ആണ്. എക്സ് പ്ലസ് 10 ഈക്വൽ ടു 9 പ്ലസ് 10 ഈക്വൽ ടു 19 എന്ന് വരും. 9 പ്ലസ് 10 ഈക്വൽ ടു 19. ഇത് ശരിയാണോ നോക്കാം. അപ്പോൾ അത് ശരിയാണ്. 9നോട് കൂടി 10 കൂട്ടുമ്പോഴാണ് 10 വയസ്സ് കൂടുതലാണ് അജയൻ. 9 പ്ലസ് 10 ആണ് 19. ഇനി ഒരു വർഷം കഴിയുമ്പോഴോ വിജയന്റെ വയസ്സ് 9 പ്ലസ് 1 10 ആവും. അജയന്റെ വയസ്സ് 19 പ്ലസ് 1 20 ആവും, 20 ആവും. അപ്പോൾ 10ന്റെ ഡബിൾ ആണ് 20. അപ്പോൾ അത് ശരിയാണ് എന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. 5 times a number is equal to 3 times the sum of the number and 4. ഒരു നമ്പറിന്റെ 5 ടൈംസ്, നമ്പറിന്റെ 5 ടൈംസ് കിട്ടാൻ 5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അത് ഏതിന് ഈക്വൽ ആണെന്ന് പറഞ്ഞത്? 3 times the sum of the number and 4. സം ഓഫ് നമ്പറിന്റെയും 4ന്റെയും സമ്മിന്റെ 3 ടൈംസ്. ഇപ്പോൾ നമ്പർ എക്സ് ആണെന്ന് വിചാരിക്കുക. ലെറ്റ് ദ നമ്പർ ബി എക്സ്. ദെൻ 5 times the number is 5 into x, 5x. ആൻഡ് സം ഓഫ് ദ നമ്പർ ആൻഡ് 4 എന്ന് പറയുമ്പോൾ സം പറയുമ്പോൾ പ്ലസ് എക്സ് പ്ലസ് 4 ആണ്. സം ഓഫ് ദ നമ്പർ ആൻഡ് 4 അതിന്റെ 3 ടൈംസ് പറയുമ്പോൾ
ഇൻറ്റു 3. ഇത് രണ്ടും ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞത്. 5 ടൈംസ് ദ നമ്പർ ആൻഡ് സം ഓഫ് ദ നമ്പർ ആൻഡ് 4 ന്റെ 3 ടൈംസ് ആർ ഈക്വൽ. ദാറ്റ് ഈസ് 5x ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് പ്ലസ് 4. സിംപ്ലിഫൈ ചെയ്യാം. 5x ഈക്വൽ ടു 3 ഇൻറ്റു എക്സ്, 3x പ്ലസ് ആയതുകൊണ്ട് പ്ലസ് 3 ഇൻറ്റു 4. ദാറ്റ് ഈസ് 5x ഈക്വൽ ടു 3x പ്ലസ് 3 ഇൻറ്റു 4 12. ഈ 3x ലെഫ്റ്റ് സൈഡ് കൊണ്ടുവരിക. 5x മൈനസ് 3x ഈക്വൽ ടു 12. ദാറ്റ് ഈസ് 2x ഈക്വൽ ടു 12. ദാറ്റ് ഈസ് x ഈക്വൽ ടു 6. ദാറ്റ് ഈസ് 12/2. 12/2 ഈക്വൽ ടു 6. നമ്പർ 6 ആയിരിക്കും. സംശയം ഉണ്ടെന്ന് നോക്കാം. അതിന്റെ 5 ടൈംസ് അറിയുമ്പോൾ 5 ഇൻറ്റു 6 30. അതിന്റെ സം പ്ലസ് 4 6 പ്ലസ് 4 10 ഇൻറ്റു 3 ഈക്വൽ ടു 30. ശരിയല്ലേ? രണ്ടും 30 ആണ് കിട്ടിയത്. therefore the number is x. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. In a cooperative society the number of men is thrice the number of women. ആണുങ്ങളുടെ എണ്ണം പെണ്ണുങ്ങളുടെ എണ്ണത്തിന്റെ ത്രൈസ് ആണ്, 3 മടങ്ങാണ്, 3 ടൈംസ് ആണ്. 29 women and 16 men were joined the society. അതിലേക്ക് 29 സ്ത്രീകളും 16 പുരുഷന്മാരും കൂടെ വന്നു ചേർന്നു സൊസൈറ്റിയിൽ. ആൻഡ് നൗ ദ നമ്പർ ഓഫ് മെൻ ഈസ് ഡബിൾ ദ നമ്പർ ഓഫ് വുമൻ. അപ്പോൾ അവരുടെ എണ്ണങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് തന്നത്. നമ്പർ ഓഫ് മെൻ ആണുങ്ങളുടെ എണ്ണം പെണ്ണുങ്ങളുടെ എണ്ണത്തിന്റെ ഡബിൾ ആണ്, ഇരട്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൗ മെനി വിമൻ വേർ ദർ ഇൻ ദ സൊസൈറ്റി അറ്റ് ഫസ്റ്റ്. ആദ്യം ആ സൊസൈറ്റിയിൽ എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നു, വിമൻ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമ്പർ ഓഫ് വിമൻ എക്സ് ആണെന്ന് വിചാരിക്കുക. എക്സ് ആണെങ്കിൽ അത് പറഞ്ഞത് നമ്പർ ഓഫ് മെൻ ഈസ് ത്രൈസ് ദ നമ്പർ ഓഫ് വിമൻ. നമ്പർ ഓഫ് മെൻ എന്ന് പറഞ്ഞാൽ 3x, 3 ഇൻറ്റു ത്രൈസ് ദ നമ്പർ ഓഫ് വിമൻ എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു എക്സ് 3x. ഇനി അതിൽ 29 സ്ത്രീകൾ കൂടെ വന്നു, 29 വിമൻ. അപ്പോൾ സ്ത്രീകളുടെ എണ്ണം എക്സ് പ്ലസ് 29 ആയി. 16 പുരുഷന്മാർ കൂടെ വന്നു ചേർന്നു. അപ്പോൾ ഇപ്പോൾ പുരുഷന്മാരുടെ എണ്ണം 3x ആണ്. അതിൽ 16 ആൾ കൂടി വന്നു പറയുമ്പോൾ 3x പ്ലസ് 16. ആൻഡ് now the number of men is double the number of men. 3x plus 16 ആണ്, അത് ഡബിൾ ദ നമ്പർ ഓഫ് വിമൻ. നമ്പർ ഓഫ് വിമൻ ഇപ്പോൾ രണ്ടാമത് വന്നത് എക്സ് പ്ലസ് 29 ആണ്. അതിന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ അതിന് 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. 2 ഇൻറ്റു എക്സ് പ്ലസ് 29. സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് 3x പ്ലസ് 16 ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇൻറ്റു 29. 2 into 29. That is 3x plus 16 equal to 2x plus 2 into 29, 58. 2x left side കൊണ്ടുപോകാം, 16 right side കൊണ്ടുപോകാം. 3x minus 2x equal to 58 minus 16 equal to 42. That is 3x minus 2x x equal to 42. അതാണ് നമുക്ക് കാണേണ്ടത്. വിമൻ, നമ്പർ ഓഫ് വിമൻ. ഇപ്പോൾ സ്ത്രീകളുടെ എണ്ണം നമ്മൾ എക്സ് ആയിട്ടാണ് എടുക്കുന്നത്, 42 ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇനിയിപ്പോൾ പുരുഷന്മാരുടെ എണ്ണം ചോദിച്ചിരുന്നെങ്കിൽ അത് 3x ആണ്. അതിൽ 3 ഇൻറ്റു എക്സ് ചെയ്താൽ മതി. 3 ഇൻറ്റു 42 ചെയ്താൽ നമുക്ക് കിട്ടും. ഇത് ശരിയാണോ നോക്കാം. എക്സിന് 42 കൊടുത്താൽ 42, സ്ത്രീകളുടെ എണ്ണം 42, പുരുഷന്മാരുടെ എണ്ണം 42 ഇൻറ്റു 3, 3 ഇൻറ്റു 2 6, 3 ഇൻറ്റു 4 12, 126 ആണ് ഇത്. പിന്നെ അതിൽ 29 സ്ത്രീകൾ വന്നു ചേർന്ന് പറയുമ്പോൾ 42 പ്ലസ് 29, 42 പ്ലസ് 29 എത്ര വരാം? 71 വരും. 16 പുരുഷന്മാർ വന്നു ചേർന്ന് പറയുമ്പോൾ 126 ആണ് ഇപ്പോൾ ഉള്ളത്. 16 ആളും കൂടി വന്നാൽ 142 വരും. ശരിയല്ലേ? 71 ആണ് സ്ത്രീകളായത്, പുരുഷന്മാർ 142 ആയി. 71ന്റെ ഡബിൾ ആണ് 142. 71 ഇൻറ്റു 2
142. അത് ശരിയാണെന്നുള്ളത് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ